നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. കഴിഞ്ഞ ദിവസം മുതൽ വരുന്ന വലിയ പ്രാധാന്യമുള്ള വാർത്തയാണല്ലോ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിക്കും പങ്ക്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തു, തന്ത്രിയെ റിമാൻഡ് ചെയ്തു. ഇന്നിപ്പോൾ തന്ത്രിക്ക് ദേഹാസ്വസ്ഥ്യം നേരിട്ടിട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്തയൊക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പ്രധാനപ്പെട്ട ആളുകളിലേക്കുള്ള വഴിവെട്ടൽ, അതല്ലെങ്കിൽ ഈ ശബരിമല കൊള്ളയിലെ പ്രധാന പ്രതികളിലേക്കുള്ള സഞ്ചാരം തടയാൻ വേണ്ടി സർക്കാർ ചെയ്തതാണ്. കാരണം വരാനിരിക്കുന്ന 3-4 മാസം കഴിഞ്ഞാലുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ശബരിമലയിൽ പോറ്റിയെ കേറ്റിയെ സ്വർണം കട്ടെ എന്നുള്ള പാട്ട് പാടിക്കൊണ്ട് തന്നെ കോൺഗ്രസും BJPയും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് ഈ ശബരിമല കൊള്ള, ക്ഷേത്രക്കൊള്ള സഖാക്കൾ നടത്തുന്ന ആ ദുഷ്ടത്തരം എത്തിച്ചത് കൊണ്ട് തന്നെ അടപടലം പണി കിട്ടിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ പറയുന്ന മന്ത്രിമാരിലേക്കും മറ്റ് MLA-മാരും അടക്കമുള്ള പ്രമുഖരിലേക്ക് ഈ അന്വേഷണം എന്തിനേറെ പിണറായി വിജയനിലേക്ക് വരെ എത്താത്ത രീതിയിൽ തടയുന്നു എന്നൊക്കെ ആക്ഷേപം ജനങ്ങളിൽ ശക്തമാണ് എന്നിരിക്കെ തന്നെയാണ് തന്ത്രി അറസ്റ്റിലാവുന്നതും റിമാൻഡ് ചെയ്യപ്പെടുന്നതും. നമുക്ക് കഴിഞ്ഞ ദിവസം ശ്രീജിത്ത് പണിക്കർ ഉന്നയിച്ച കുറച്ച് കാര്യമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ശങ്കർദാസ് എന്നുള്ളൊരു പേര്. ആ ശങ്കർദാസിന് എന്താണ് ഇത്ര പ്രാധാന്യം എന്നുള്ളത് ശ്രീജിത്ത് പണിക്കരുടെ ഈ വാക്കുകൾ നമ്മൾക്കൊന്ന് കേട്ടിട്ട് ഓടി തിരിച്ചു വരാം. ദേവസ്വം ബോർഡിന്റെ മാത്രമായിട്ടുള്ള കുറെ അവകാശങ്ങളെ തന്ത്രിയുടെ പേരിലേക്ക് ആരോപിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ തീരുമാനമെടുത്തിരിക്കുന്നത്, അതായത് ഈ പാളികളൊക്കെ തന്നെ ചെമ്പാണ് എന്ന് തിരുത്തിയ തീരുമാനമെടുത്തിരിക്കുന്നു. അതാണല്ലോ ഈ കൊള്ളയുടെ ബേസ് എന്ന് പറയുന്ന കാര്യം. ആ തീരുമാനമെടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ആരൊക്കെയുള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറുണ്ട്, മറ്റൊരു അംഗമായിട്ടുള്ള വിജയകുമാറുണ്ട്, മൂന്നാമത്തെ ഒരു അംഗമായിട്ടുള്ള ശങ്കർദാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ 2 ആൾക്കാർ അറസ്റ്റിലായിട്ടും ശങ്കർദാസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമലയിലെ ഭഗവാന്റെ ഉരുപ്പടികൾ എന്തൊക്കെയാണോ അതിനെ കൃത്യമായി അതിന്റെ ട്രാൻസാക്ഷൻ ഉത്തരവാദിത്തമുള്ള, നിയമപരമായി അതിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, കൂട്ടുത്തരവാദിത്തമുള്ള, സുപ്രീം കോടതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഈ ശങ്കർദാസിന്റെ ഭാഗം നിങ്ങൾ ഒന്നുകൂടി കേട്ട് നോക്കേണ്ടതാണ്. അതിപ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഒന്നുകൂടി കേട്ട് നോക്കാം നമുക്ക് ആ ഭാഗം മാത്രം. ദേവസ്വം ബോർഡിന്റെ മാത്രമായിട്ടുള്ള കുറെ അവകാശങ്ങളെ തന്ത്രിയുടെ പേരിലേക്ക് ആരോപിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ തീരുമാനമെടുത്തിരിക്കുന്നത്, അതായത് ഈ പാളികളൊക്കെ തന്നെ ചെമ്പാണ് എന്ന് തിരുത്തിയ തീരുമാനമെടുത്തിരിക്കുന്നു. അതാണല്ലോ ഈ കൊള്ളയുടെ ബേസ് എന്ന് പറയുന്ന കാര്യം. ആ തീരുമാനമെടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ആരൊക്കെയുള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറുണ്ട്, മറ്റൊരു അംഗമായിട്ടുള്ള വിജയകുമാറുണ്ട്, മൂന്നാമത്തെ ഒരു അംഗമായിട്ടുള്ള ശങ്കർദാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ 2 ആൾക്കാർ അറസ്റ്റിലായിട്ടും ശങ്കർദാസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമലയിലെ ഭഗവാന്റെ ഉരുപ്പടികൾ എന്തൊക്കെയാണോ അതിനെ കൃത്യമായി അതിന്റെ ട്രാൻസാക്ഷൻ ഉത്തരവാദിത്തമുള്ള, നിയമപരമായി അതിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, കൂട്ടുത്തരവാദിത്തമുള്ള, സുപ്രീം കോടതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടില്ല. ഇനിയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ഈ ശങ്കർദാസ് ആരാണ് എന്നുള്ളത്. കാരണം ഈ തീരുമാനമെടുത്തത്, ഈ സ്വർണ്ണപ്പാളികൾ അഴിച്ചെടുക്കാനും അത് പുതുക്കാനും ഇത്തരത്തിലുള്ള സകലമാന തട്ടിപ്പിനും തീരുമാനമെടുത്ത 3 അംഗങ്ങളുണ്ട്. അതിൽ 2 പേർ ജയിലിലാണ്. അതിൽ ഒരുത്തന്റെ പേരാണ് സഖാവ് പത്മകുമാർ, മറ്റൊരാളുടെ പേരാണ് സഖാവ് വിജയകുമാർ. ഇനി ഒരുത്തൻ കൂടിയുണ്ട്. ആ ഒരുത്തന്റെ പേരാണ് ശങ്കർദാസ് എന്നുള്ളത്. ഈ ശങ്കർദാസുമായിട്ട് ഈ സർക്കാരിന് എത്രത്തോളം ബന്ധമുണ്ടെന്നും എന്തുകൊണ്ടാണ് പോലീസ് അയാളെ അറസ്റ്റ് ചെയ്യാൻ മടിക്കുന്നതെന്നും, 2 ആൾ അറസ്റ്റിലായി കൂട്ടുപ്രതിയായിട്ടുള്ള 3-ാമനെ അറസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ സ്വച്ഛന്ത സഞ്ചരിക്കാൻ വേണ്ടി പക്ഷെ തെളിവുകൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് തുറന്നു വിട്ടത് എന്തിന് എന്ന വലിയ ചോദ്യമാണ് ശ്രീജിത്ത് പണിക്കർ ഉയർത്തിയത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇവിടെയുണ്ട്. ഇത് മാധ്യമങ്ങൾ പറയുന്നില്ല. ഞാൻ ഒരുപാട് മാധ്യമങ്ങളിൽ നോക്കി, ആരും ഇത് പറയുന്നില്ല. എന്തുകൊണ്ടാണ്? കാരണം ഞാനിവിടെ പറയാം. കാരണം നമ്മൾ ഭയക്കാതെ പറയേണ്ട ഒരു കാര്യമാണ്. അയ്യന്റെ കാര്യമാണ്. അയ്യനോട് കളിച്ചിട്ടുള്ള ഒരുത്തനെയും വെറുതെ വിട്ടിട്ടില്ല നമ്മുടെ അയ്യൻ. അതാണ് നമ്മുടെ ശബരിമല അയ്യപ്പന്റെ ശക്തി. ഈ ഇരിക്കുന്നതാണോ നിന്റെ ദൈവമെന്ന് ഗുരുവായൂർ നടക്കിൽ നിന്ന് ചോദിച്ച പിണറായി വിജയനെ അങ്കിളേ എന്ന് വിളിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനുണ്ട്. ആ IPS ഉദ്യോഗസ്ഥന്റെ പേരാണ് ഹരിശങ്കർ എന്നുള്ളത്. ഈ ഹരിശങ്കർ IPSനെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ശബരിമല ആചാര ലംഘനം നടക്കുന്ന ആ സമയത്ത് 2019 ജനുവരി 2-ന് ശബരിമലയിൽ 2 എണ്ണത്തെ കയറ്റിക്കൊണ്ട് ശബരീശന്റെ ആചാര ലംഘനം നടത്തി ഓരോ വിശ്വാസി ഹിന്ദുവിന്റെയും നെറുകുന്തല തകർത്ത ആ പിണറായി വിജയന്റെ ആ തീരുമാനമുണ്ടല്ലോ, പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ ആ സപ്പോർട്ട് ഉണ്ടല്ലോ, അതിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു വ്യക്തി തന്നെയായിരുന്നു ഈ ഹരിശങ്കർ IPS. അതിനെന്താ ശങ്കർദാസുമായി എന്താ ഈ ഹരിശങ്കർ IPSന് എന്ത് ബന്ധം? എന്താണ് ഇയാൾ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുമായിരിക്കാം. അത് ഞാൻ പറയാം. നോക്കൂ, അറസ്റ്റിലായ 2 എണ്ണം,
പത്മകുമാറും വിജയകുമാറും. മൂന്നാമത് ആരാണ്? ശങ്കർദാസ് ആണ്. ഈ ശങ്കർദാസ് കഴിഞ്ഞ ദിവസേ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. എന്തിനെന്നറിയാമോ? ഇയാൾക്ക് മുൻകൂർ ജാമ്യം കിട്ടാനും ഹൈക്കോടതിയിൽ തന്റെ പേര് പരാമർശിച്ചിട്ടുണ്ട്, അത് നീക്കം ചെയ്യാനും. പക്ഷേ സുപ്രീം കോടതി പറഞ്ഞെന്തെന്നറിയാമോ? അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു വാർത്തയുണ്ട്, അത് ഞാനിവിടെ വായിക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം KP ശങ്കർദാസിന്റെ ഹർജി തള്ളി സുപ്രീം കോടതി. തനിക്കെതിരായ ഹൈക്കോടതിയിൽ ഉയർന്ന പരാമർശങ്ങൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ശങ്കർദാസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ബോർഡ് അംഗം എന്ന നിലയിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രധാന ഉത്തരവാദിത്തമുണ്ടെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് ശങ്കർദാസിന്റെ ഹർജി തള്ളിയത്. കേസിൽ അറസ്റ്റിലായ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴുള്ള അംഗമായിരുന്നു ശങ്കർദാസ്. മുൻകൂർ ജാമ്യത്തിനായി കീഴ്ക്കോടതിയെ സമീപിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. എന്താണ് ഈ ശങ്കർദാസിന്, എന്തിനാണ് മുൻകൂർ ജാമ്യം? മറ്റൊന്നുമല്ലെന്നേ, വിജയകുമാറും പത്മകുമാറും സഖാക്കന്മാരും ഉള്ളിലായി. അടുത്തത് ഉള്ളിലാവാനുള്ളത് ഈ പറയുന്ന ശങ്കർദാസ് ആണ്. ഈ ശങ്കർദാസിന്റെ മകനാണ് ഹരിശങ്കർ IPS എന്നുള്ള. പിണറായി വിജയനെ അങ്കിളെ എന്ന് വിളിക്കാൻ മാത്രം സ്വാതന്ത്ര്യമുള്ള എന്ന് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമല ആചാര ലംഘനത്തിന് കൂട്ടുനിന്നിട്ടുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ളവർ അവിടെ ആചാരം ലംഘിക്കപ്പെട്ടല്ലോ എന്ന് ഒരു വെടലച്ചിരിയോടുകൂടി 2019 ജനുവരി 2 ചിരിച്ച ആ ചിരി ഒരു ഹിന്ദുവും മറക്കില്ല. അവന്റെ നെഞ്ച് തകർത്തുകൊണ്ടാണ്, അവന്റെ തല ചവിട്ടി തകർത്തുകൊണ്ടാണ് ആചാര ലംഘനം നടന്നു എന്ന പ്രഖ്യാപനം പിണറായി വിജയൻ നടത്തിയത്. അതിനുവേണ്ടി എല്ലാ ഒത്താശ കൊടുത്ത ഒരു ഉദ്യോഗസ്ഥനെയും ഒരാളെയും ശബരിമല അയ്യൻ വെറുതെ വിടില്ല. അതുകൊണ്ട് തന്നെ ഈ ഹരിശങ്കർ IPSന്റെ അച്ഛനാണ് ഈ പറയുന്ന ശങ്കർദാസ് എന്ന് പറയുന്ന, ഇന്ന് അറസ്റ്റിൽ ഇപ്പോഴാവും എന്ന സംശയത്തോടു കൂടി നീണ്ടു പോയിക്കൊണ്ടിരിക്കുന്ന ഈ ചങ്ങാതി. 3 പേർക്ക് കൂട്ടുത്തരവാദിത്തം, അതിൽ 2 പേർ അറസ്റ്റിൽ. അതിലൊന്ന് സഖാവ് പത്മകുമാറാണെങ്കിൽ ഒന്ന് വിജയകുമാറാണ്. ഇനി ഈ പറയുന്ന ശങ്കർദാസ് ആണ് ഉള്ളിലേക്ക് പോകാനുള്ളത്. എന്തുകൊണ്ട് ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാതെ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്ന ചോദ്യം വരുമ്പോഴാണ് ശ്രീജിത്ത് പണിക്കർ ചോദിച്ച വലിയൊരു ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടുന്നത്. കാരണം പ്രമുഖരിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനു മുകളിലുള്ള പ്രമുഖരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായി പുറത്തു വരും. അങ്ങനെ ഒന്നൊന്നായി പുറത്തു വന്നു കഴിഞ്ഞാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അറബിക്കടലിൽ ഒലിച്ചു പോകും, ബാക്കിയുള്ള ഈ കേരളത്തിലുമെന്ന് നിസംശയം പറയാം. അതുകൊണ്ട് തന്നെ ഈ ഹരിശങ്കർ IPSന്റെ അച്ഛനായിട്ടുള്ള ശങ്കർദാസിനെ സംരക്ഷിക്കുന്നത് ആര് എന്ന് ഓരോ മാന്യ പ്രേക്ഷകരും ഉച്ചത്തിൽ ചോദിക്കേണ്ടതുണ്ട്. മാധ്യമങ്ങൾ ചോദിക്കാൻ ഭയക്കുന്ന ഇത്തരം കാര്യങ്ങൾ ഇനി പൊതുജനങ്ങൾ ഏറ്റെടുത്താൽ മാത്രമേ, സോഷ്യൽ മീഡിയയിലൂടെ ഉച്ചത്തിൽ ചോദിച്ചാൽ മാത്രമേ ഇതിന് പരിഹാരമാവുകയുള്ളൂ. അയ്യന്റെ കരങ്ങളായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ, അയ്യന്റെ വാക്കുകളായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ, അയ്യന്റെ പ്രവർത്തകരായിട്ട് നമ്മൾ പ്രവർത്തിച്ചാലേ ഇവിടെ കൃത്യമുള്ള നീതി കിട്ടുകയുള്ളൂ. ഈ പറയുന്ന പത്മകുമാറും വിജയകുമാറും അറസ്റ്റിലായി, കൂട്ടത്തിലുണ്ടായിരുന്ന ശങ്കർദാസ് മാത്രം പുറത്തു നിൽക്കുമ്പോൾ ഈ ശങ്കർദാസിന്റെ മകൻ ഹരിശങ്കർ IPS ആയതുകൊണ്ടല്ലേ എന്ന് ആര് സംശയം ഉന്നയിച്ചാലും അതിൽ കുറ്റപ്പെടുത്താനാവില്ല. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ദേവസ്വം ബോർഡിന്റെ മാത്രമായിട്ടുള്ള കുറെ അവകാശങ്ങളെ തന്ത്രിയുടെ പേരിലേക്ക് ആരോപിക്കാനായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ടോ? ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ തീരുമാനമെടുത്തിരിക്കുന്നത്, അതായത് ഈ പാളികളൊക്കെ തന്നെ ചെമ്പാണ് എന്ന് തിരുത്തിയ തീരുമാനമെടുത്തിരിക്കുന്നു. അതാണല്ലോ ഈ കൊള്ളയുടെ ബേസ് എന്ന് പറയുന്ന കാര്യം. ആ തീരുമാനമെടുത്തിരിക്കുന്ന ആരൊക്കെയാണ്? ഭരണസമിതിയാണ്. ആ ഭരണസമിതിയിൽ ആരൊക്കെയുള്ളത്? പ്രസിഡന്റ് ആയിട്ടുള്ള പത്മകുമാറുണ്ട്, മറ്റൊരു അംഗമായിട്ടുള്ള വിജയകുമാറുണ്ട്, മൂന്നാമത്തെ ഒരു അംഗമായിട്ടുള്ള ശങ്കർദാസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഈ 2 ആൾക്കാർ അറസ്റ്റിലായിട്ടും ശങ്കർദാസ് ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ശബരിമലയിലെ ഭഗവാന്റെ ഉരുപ്പടികൾ എന്തൊക്കെയാണോ അതിനെ കൃത്യമായി അതിന്റെ ട്രാൻസാക്ഷൻ ഉത്തരവാദിത്തമുള്ള, നിയമപരമായി അതിനെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള, എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തി, കൂട്ടുത്തരവാദിത്തമുള്ള, സുപ്രീം കോടതി പോലും അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പോഴും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല.